കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരൻ്റെയും എ കെ ആന്റണിയുടെയും മക്കൾ BJPയിലേക്ക് പോയതടക്കം കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തങ്ങളാർന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിലെ പല നേതാക്കന്മാരും അവരുടെ മക്കളും ചില പ്രവർത്തകരും പ്രാദേശിക നേതാക്കന്മാരുമൊക്കെ BJPയിലേക്കും മറ്റിതര പാർട്ടികളിലേക്കും പോയത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുകയും വാർത്തയിൽ ഇടം പിടിക്കുകയും ചെയ്തൊരു കാര്യമായിരുന്നു. കോൺഗ്രസിൽ നിന്നാണ് BJPയിലേക്ക് ശക്തമായ രീതിയിൽ നേതാക്കന്മാരും പ്രവർത്തകരും പോകുന്നത് എന്ന വാദവും ഏറെക്കുറെ ശരി തന്നെയുമായിരുന്നു. എന്നാൽ ഇടതുപക്ഷത്ത് നിന്ന് അങ്ങനെ ആരും പോകുന്നില്ല എന്നും BJPയിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തുള്ള ഒരു നേതാവും പ്രവർത്തകരും അധപ്പതിച്ച് പോയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഇടതുപക്ഷം പലയിടത്തും. കേരളത്തിലെ പല നേതാക്കന്മാരും BJPയിലേക്ക് പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നത് ഇടതുപക്ഷത്തെ തന്നെയായിരുന്നു. ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരും BJPയിലേക്ക് പോയിട്ടില്ല എന്ന വാദം അവർ ഉയർത്തുമ്പോൾ പോലും BJPയുമായി വലിയ സന്ധി ചേരൽ CPM നടത്തുന്നുണ്ട്, CPM നേതാക്കന്മാർക്കുണ്ട് എന്ന വാദമായിരുന്നു മറുതലയ്ക്കൽ കോൺഗ്രസ് ഉയർത്തിയിരുന്നത്. അതിൽ പ്രകാശ് ജാവേദ്കറുമായുള്ള EP ജയരാജൻ്റെ കൂടിക്കാഴ്ചയും RSS നേതാവിനെ കാണാൻ പോയ ഇടത് സർക്കാരിലെ RSS നേതാവുമായി പോലീസ് ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുന്ന അടക്കമുള്ള വാദങ്ങൾ മാത്രമായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉയർത്തുവാൻ സാധിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നേതാവ് BJPയിലേക്ക് പോകുന്ന കാര്യത്തിൽ കാര്യമായ രീതിയിലുള്ള ഒരു ആരോപണം കോൺഗ്രസിന് ഉയർത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വലിയ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കണ്ണി അദ്ദേഹത്തിൻ്റെ സഹോദരൻ BJPയിലേക്ക് പോയ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും കുടുംബാംഗങ്ങളും BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ചേരുന്നതിനെ രൂക്ഷമായി വിമർശിക്കുന്ന CPMന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തലസ്ഥാന ജില്ലയിൽ നിന്നുള്ള CPMൻ്റെ പ്രധാന നേതാവും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന K അനിരുദ്ധൻ്റെ മകനും മുൻ MP A സമ്പത്തിൻ്റെ സഹോദരനുമായ A കസ്തൂരി വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് പാർട്ടിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. തിരുവനന്തപുരം കോട്ടയ്ക്കകം പ്രിയദർശിനി ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലാണ് CPM നേതാവിൻ്റെ മകനായ A കസ്തൂരിയെ ജില്ലാ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. പാർട്ടി കുടുംബത്തിൽ നിന്ന് ഒരാൾ സംഘപരിവാറിൽ എത്തിയത് CPM നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹിന്ദു ഐക്യവേദി ജില്ലാ സമ്മേളനത്തിൽ A കസ്തൂരി പങ്കെടുക്കുന്ന വിവരം പോലും തീരുമാനം പുറത്തുവന്ന ശേഷമാണ് പാർട്ടി നേതൃത്വം അറിഞ്ഞത്. അനിരുദ്ധൻ്റെ മകനും മുൻ MP-യുമായ A സമ്പത്തുമായും അനിരുദ്ധൻ്റെ കുടുംബവുമായും ഏറെ അടുപ്പമുള്ളയാളാണ് CPM ജില്ലാ സെക്രട്ടറിയായ B ജോയ്. ഹിന്ദു ഐക്യവേദിയിൽ ചേർന്ന വിവരം കുടുംബാംഗങ്ങൾക്കും അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് സൂചന. സഹോദരൻ സംഘപരിവാർ സംഘടനയുടെ നേതൃത്വത്തിലെത്തിയതിനെപ്പറ്റി മുൻ MP A സമ്പത്ത് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. ജനിച്ചതും വളർന്നതും കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലായിരുന്നെങ്കിലും A കസ്തൂരി CPMലെ വർഗ ബഹുജന സംഘടനകളിലൊന്നും സജീവമായിരുന്നില്ല. രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സജീവ പ്രവർത്തകനാകാൻ തയ്യാറാകാതിരുന്നതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ പിതാവ് K അനിരുദ്ധനെ പോലെ മികച്ച വാഗ്മിയായിരുന്നു A കസ്തൂരി എന്നതാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ നൽകുന്ന വിവരം. നല്ല അക്കാദമിക് പാണ്ഡിത്യമുള്ള കസ്തൂരി അധ്യാപന മേഖലയിലും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. K അനിരുദ്ധൻ്റെ നിര്യാണത്തിന് ശേഷം കുടുംബവുമായി കസ്തൂരിക്ക് വലിയ അടുപ്പമില്ലാതിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കുടുംബവുമായി അടുപ്പമില്ലാതിരുന്നത് കൊണ്ട് കസ്തൂരിയുടെ സംഘപരിവാർ ആഭിമുഖ്യത്തെപ്പറ്റി തങ്ങൾക്ക് അറിവില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. എന്തായാലും CPMനും A സമ്പത്തിനുമൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് നിലവിൽ A കസ്തൂരി നൽകിയിരിക്കുന്നത്. സംഘപരിവാറിനോടും RSSനോടും BJPയോടുമൊക്കെ നേർക്കുനേർ പോരടിക്കുന്ന കേരളത്തിലെ ഏക പ്രസ്ഥാനം CPM ആണ് എന്ന് ഒരു തരത്തിൽ ഘോരം പ്രസംഗിക്കുമ്പോൾ പോലും ഇതുവരെ അങ്ങനെ ശക്തമായ രീതിയിൽ ഉയർന്നു കേട്ടിട്ടില്ലാതിരുന്ന CPMൽ നിന്ന് BJPയിലേക്കുള്ള നേതാക്കന്മാരുടെ ശ്രദ്ധേയമായ മാറ്റങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു A കസ്തൂരിയുടെ ഈ ചുവടുമാറ്റം.